Love you, birthday. Okay. Happy Valentine's Day. ശരിക്കും ഞാൻ महाकुंभमेले 144 144 years में एक ही बार आ रहे वर्ल्ड का सबसे बड़े महाकुंभमेला അപ്പൊ ആ കുംഭമേളയ്ക്ക് ബോച്ചയുടെ ഐ ലവ് യു പറഞ്ഞ മൊണാലിസ ഞെട്ടിത്തെറിച്ച് നിന്നുപോയ ബോച്ചയെ നിങ്ങൾ കണ്ടോ? കേരളത്തിനെ ഇത്രയും നാളും അന്യ നാട്ടുകാരിയായിരുന്നല്ലോ നമ്മുടെ മൊണാലിസ ഭോസ്ലെ. എങ്കിൽ ഇന്ന് ഫെബ്രുവരി 14 മുതൽ തന്നെ മലയാളികൾക്കും ഏറെ പ്രിയങ്കരിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. മലയാളി അല്ലാതെ ഇരുന്നിട്ട് കൂടി മലയാളത്തിൽ സംസാരിച്ചും മലയാളികളുടെ സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ടും അവൾ ചോദിക്കുകയാണ്, എല്ലാവർക്കും സുഖമാണോ എന്ന്. ഇത് കേട്ടതും കോഴിക്കോട്ടേക്ക് ഓടിയെത്തിയ ആരാധകർ ഒന്നടങ്കം അവരോടുള്ള ആരാധന മറച്ചു വെച്ചില്ല. 15 ലക്ഷം രൂപ നൽകിയും വീട്ടുകാരടക്കമുള്ളവർക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു നൽകിയുമാണ് മോനി ഭോസ്ലെ നാട്ടിലേക്ക് ബോച്ച എത്തിച്ചതും. ലക്ഷങ്ങൾ വേണ്ടി വന്നാൽ കോടികൾ കൊടുത്തും മോഡലുകളെ ഇറക്കാൻ കെൽപ്പുണ്ടായിരുന്നിട്ടും മോനി ഭോസ്ലെ പോലുള്ള ഒരു സാധാരണക്കാരിയെ കൊണ്ട് വന്നതിനെ കുറിച്ചും ഒപ്പം ബോച്ച എന്ന ബിസിനസ്കാരന്റെ മാർക്കറ്റിംഗ് തന്ത്രത്തെ കുറിച്ചുമാണ് ഇന്നത്തെ ചർച്ചകൾ. അതേസമയം സൗന്ദര്യം കൊണ്ട് ജീവിതം മാറിമറിഞ്ഞ മോനി ഭോസ്ലെ ഇന്ന് ലക്ഷങ്ങളാണ് വരുമാനം. ആദ്യ സിനിമയ്ക്ക് വേണ്ടി 25 ലക്ഷം രൂപയോളമാണ് ലഭിച്ചതെന്നും റിപ്പോർട്ടുണ്ട്. മാത്രവുമല്ല വിവിധ ബ്രാൻഡുകളുടെ പ്രൊമോഷനിൽ നിന്നും നല്ലൊരു തുക ആ ഒരു പെൺകുട്ടിയെ തേടി എത്തുന്നുമുണ്ട്. ഇതോടെ പണ്ട് 35,000 രൂപ കടം വാങ്ങി കച്ചവടം നടത്തിയിരുന്ന ആള് ഇന്ന് ലക്ഷങ്ങൾ വരുമാനമുള്ള ഒരു ബ്രാൻഡായി മാറിയിട്ടുണ്ട്. വളരെ പാവപ്പെട്ട ഇടത്തരം കുടുംബത്തിൽ നിന്നുള്ള ഒരാളാണ് മോനി ഭോസ്ലെ, ഒരു നാടോടി പെൺകുട്ടി. അവളുടെ കുടുംബം പോറ്റാനായിട്ടാണ് മാല വിൽപ്പനയ്ക്ക് വേണ്ടി മേളയിൽ എത്തിയതും. വൈറലായതോടെ മേളയിലെ വിൽപ്പന നടത്തി സ്വന്തം നാട്ടിലേക്ക് മോനിക്ക് മടങ്ങേണ്ടി വരികയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് മോനി ഭോസ്ലെയുടെ ഡേറ്റിനായി കാത്തിരിക്കുകയാണ് ആരാധകർ.